ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെയ്യാൻ പോകുന്നത് വാഴത്തണ്ട് വെച്ച് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കൂട്ടുകറി റെസിപ്പിയാണ്. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്തിരിക്കണേ. കൂടെ തന്നെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് ഓണാക്കി വെക്കാൻ വേണ്ടി മറക്കരുത്. നല്ല നാരുള്ള വാഴത്തണ്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം രണ്ട് സൈഡ് ഇതുപോലെ വലിച്ച് നാരിങ്ങനെ വിരലിൽ ചുറ്റിച്ചെടുക്കുക. ഇങ്ങനെ ചുറ്റിച്ചെടുത്താൽ പോലും ആ റൗണ്ട് പീസിനകത്ത് ഇനിയും നാരുണ്ട്, അതും എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് പറഞ്ഞു തരാം. അറിയാൻ മേലാത്തവർക്ക് മാത്രമുള്ള ഒരു ഭാഗമാണിത്. അതുപോലെ തന്നെ കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് വാഴത്തണ്ട് നന്നായിട്ട് കഴുകി ഒന്ന് തുടച്ചെടുത്തിരിക്കണേ. ഈ ഒരു കനത്തിൽ ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നാരുണ്ട്, തൂങ്ങി കിടക്കുന്നുണ്ടോ. ഇനി ഇതും എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് നോക്കാം. നഖക്കെ വെള്ളം ഒഴിക്കുക. 2 ഫോർക്ക് എടുത്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡായിട്ട് ഇങ്ങനെ ടൈറ്റായിട്ട് പിടിക്കുകയാണ്. ലൂസാകാതെ ടൈറ്റായിട്ട് പിടിച്ചുകൊണ്ട് ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് കറക്കിയെടുക്കുക. ഇതൊന്നാരൊക്കെ ഇങ്ങനെ തുടക്കി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു 3-4 പ്രാവശ്യം ചെയ്യുക. ഇപ്പം ഫോർക്ക് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 പച്ച ഈർക്കിലി, വൃത്തിയുള്ളൊരു പച്ച ഈർക്കിലി എടുത്തതിന് ശേഷം ഇതുപോലെ ടൈറ്റായിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചുറ്റിച്ചെടുത്താൽ മതിയേ. നല്ല വൃത്തിയായിട്ട് നാര് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇത്രയും നാര് ഇതിനകത്തുണ്ടോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. നാരൊക്കെ മാറ്റി നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് കൈയൊന്നും ഇളക്കാത്തത് കാരണം ഈ വെള്ളം തന്നെ വേണമെങ്കിൽ കറിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വേണ്ടാന്നുണ്ടെങ്കിൽ മാറ്റി വേറെ വെള്ളം ഒഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇത് കുക്കറിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ചെറുള്ളിയാണ്, ഒരുപാട് വേണ്ട. ഇല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് സവാള ഇട്ടാൽ മതിയേ. ഒരു 3/4 തവി പച്ചപ്പയർ പരിപ്പ്, ചെറുപയർ പരിപ്പാണ്. അതേപോലെ തന്നെ 3/4 തവി കടലപ്പരിപ്പാണ് ചേർക്കുന്നത്. രണ്ടും ഒരേ അളവിലാണ് ചേർക്കേണ്ടത്. ഇത് രണ്ടും കഴുകി വെച്ചിട്ട് കുറച്ച് നേരം ആയത് കാരണം കുതിർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അളവ് വ്യത്യാസം തോന്നുന്നത്. ഒരുപാട് പരിപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 3/4 കപ്പ് ക്യാരറ്റാണ്. ഇനി ഒരു വലിയ തക്കാളി, ഇനി ഒരു പച്ചമുളകാണ് ഇടുന്നത്. ഇനി മുളക് ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ഒരു പച്ചമുളക് ചേർക്കുക. ഒരു 3 വെളുത്തുള്ളി, ഒരല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചേർക്കാവുന്നതാണ്. ഞാൻ ഇതിനകത്ത് ഇപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. എല്ലാം കൂടെ ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം അടിക്ക് പിടിക്കാതെ പരിപ്പൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഒരു 3-4 വിസിൽ വരുന്ന രീതിയിൽ നിങ്ങളുടെ കുക്കറിൻ്റെ അനുസരിച്ച് നന്നായിട്ടൊന്ന് വേവിച്ച് മാറ്റിയെടുക്കാം. ആ സമയത്ത് തേങ്ങ അരച്ചെടുക്കാമേ. ഒരു 1/2 കപ്പ്, ഒരുപാട് തേങ്ങയുടെ ആവശ്യമില്ല. ഒരു 1/2 കപ്പോളം തേങ്ങ എടുത്തിട്ടുള്ളൂ. ഒരു വലിയൊരു വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. എരിക്കനുസരിച്ച് 1-2 ഒക്കെ ചേർക്കാവുന്നതാണ്. ഒരു ചെറിയൊരു കഷ്ണം പച്ചമുളക്. ജീരകം ഒരുപാട് അരയ്ക്കേണ്ട, ഒരല്പം അരച്ചിട്ടുള്ളൂ. അതിനകത്ത് വെള്ളം ചേർക്കുക. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ലേ, കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കണേ. മഷി പോലെയൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് തരിതരിപ്പായിട്ട് ഈ ഒരളവിൽ, ഒരുപാട് വെള്ളം ചേർക്കാതെ അരച്ച് മാറ്റി വയ്ക്കാം. കുക്കറിനകത്ത് സ്റ്റീമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. വാഴത്തണ്ടെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി ഉപ്പ് ചേർക്കണം. പിങ്ക് സോൾട്ടാണ്, അതാണ് ഈ കളറിലെ. കറിവേപ്പില, ഇനി അരപ്പ് ചേർക്കാവുന്നതാണ്. നന്നായിട്ട് ഇളക്കി ഒന്ന് തിളപ്പിക്കരുത്. തിളപ്പിക്കാതെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒട്ടും തിളയ്ക്കാൻ പാടില്ല. ഇളക്കി എടുത്തുകൊണ്ട് ചൂടാക്കി എടുക്കണേ. നന്നായിട്ട് ഇങ്ങനെ ചൂടിങ്ങനെ ആവി പോകുന്ന കാണുമ്പോൾ അറിയാം നന്നായിട്ട് ചൂടായെന്നുള്ള കാര്യം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം 1 മിനിറ്റ് നേരത്തേന് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണേ, ആ ചൂടൊന്ന് താഴാൻ വേണ്ടി. ഇനി കടുക് താളിക്കണം. കടുക് താളിക്കുന്നതിനകത്ത് കുറച്ചേറെ ചുവന്നുള്ളി ചേർക്കണേ. കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയിട്ട് കടുക് താളിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ചെറുള്ളി ഇങ്ങനെ കരിഞ്ഞു പോകരുത്. നല്ലതായിട്ട് ബ്രൗൺ ആയ ശേഷം ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം വേണം
കാശ്മീരി ചില്ലി പൗഡർ അല്പം ചേർത്താൽ മതിയേ. പെട്ടെന്ന് ചേർത്ത് ഇളക്കിയിട്ട് പെട്ടെന്ന് തന്നെ കറിക്കകത്തൊഴിച്ച് ഒരു 10 മിനിറ്റ് നേരത്തേന് മൂടി വയ്ക്കാവുന്നതാണേ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. നിങ്ങൾ ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻറ്റ് ചെയ്യാൻ സമയമില്ലാത്തവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ലൈക്കെങ്കിലും ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്തിരിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.